വെൽക്കം ഓൾ. നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മുടെ +2 മാത്തമാറ്റിക്സിലെ CBSE ബോർഡ് എക്സാമിനേഷൻ 2021 ഡിലീറ്റഡ് ടോപ്പിക്സിൻ്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ്. ഓക്കെ, ഇതിൽ ഡീറ്റെയിൽഡ് അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോ ചാപ്റ്ററിലും ഉള്ള എക്സസൈസും അതിൽ ആ ചാപ്റ്ററിലെ ഡിലീറ്റഡ് ടോപ്പിക്കിൻ്റെ ഒരു ഡിസ്കഷനാണ്. നമുക്കറിയാം 2 ടെക്സ്റ്റ് ബുക്കാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, പാർട്ട് 1ഉം പാർട്ട് 2ഉം. ഇപ്പോൾ ഈ പാർട്ട് 1 റിലേഷൻ, ഫംഗ്ഷൻ, ഇൻവേഴ്സ് ട്രിഗണോമെട്രി, മെട്രിക്സ്, ഡിറ്റർമിനൻസ്, കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി, ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സും, പാർട്ട് 2 ഇൻ്റഗ്രൽസ്, ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, വെക്റ്റർ, 3D, ലീനിയർ പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബബിലിറ്റി. ഓക്കെ, പാർട്ട് 1 നമുക്ക് പാർട്ട് 1 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൽ കോമ്പോസിറ്റ് ഫങ്ഷൻ, കോമ്പോസിഷൻ ഓഫ് 2 ഫങ്ഷൻസ്, എഫ് സർക്കിൾ ജി എന്ന് പറയുന്ന പോലെ എഫ് സർക്കിൾ ജി ഓഫ് എക്സ്, ഇതാണ് കോമ്പോസിഷൻ ഓഫ് എഫ് ആൻഡ് ജി. ദെൻ ഇൻവേഴ്സ് ഓഫ് എ ഫങ്ഷൻ, എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ്. ഈ 2 കാര്യങ്ങളാണ് നമുക്ക് ഡിലീറ്റഡ് ടോപ്പിക്കിൽ വരുന്നത്. അതിൽ നമ്മുടെ റിലേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് ആൻഡ് ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ, ദറ്റ് ഈസ് 1.4 ഡിലീറ്റഡ് ടോപ്പിക്കാണ്. ബൈനറി ഓപ്പറേഷൻ ഓൾറെഡി ഡിലീറ്റഡ് ആണ്. സോ ദീസ് ആർ ദ 2 ഡിലീറ്റഡ് ടോപ്പിക്. അപ്പോൾ നമുക്കുള്ളത് ടൈപ്സ് ഓഫ് റിലേഷൻസ് ആൻഡ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്. ഇപ്പോൾ ടൈപ്സ് ഓഫ് റിലേഷൻസിൽ ഈക്വിവലൻസ് റിലേഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. അതിൽ നിന്ന് തീർച്ചയായിട്ടും നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഓക്കെ, ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് 1, 1, 2, ബൈജക്റ്റീവ് ഫങ്ഷൻ എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇതിൽ ടൈപ്സ് ഓഫ് ഫങ്ഷൻസിലും ഈ ടൈപ്സ് ഓഫ് റിലേഷൻസിലുമായിട്ട് കണക്ട് ചെയ്ത് നമുക്കൊരു 1 മാർക്ക് ക്വസ്റ്റ്യനും കൂടി, 1 മാർക്ക് പ്ലസ് 3 മാർക്ക് ക്വസ്റ്റ്യൻ നമുക്ക് എക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, now see the exercise, deleted exercise. നമുക്ക് ഡിലീറ്റഡ് ആയിട്ടുള്ള എക്സർസൈസ് 1.3 see 1, 2, 3 ഇതെല്ലാം കോമ്പോസിഷൻ ഓഫ് 2 ഫങ്ഷൻസ് ആണ്, എഫ് സർക്കിൾ ജി, ജി സർക്കിൾ എഫ്. ദെൻ 4th one ഈസ് ഓൾസോ എഫ് സർക്കിൾ എഫ്, ആൻഡ് 5th one ഇൻവേഴ്സ് ആണ്. ഇൻവേഴ്സ് നമുക്ക് ഡിലീറ്റ് ടോപ്പിക്കാണ്. ദെൻ ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ ഈസ് 1, 1. ഇത് ടൈപ്സ് ഓഫ് ഫംഗ്ഷനിൽ വരുന്നതാണ്. അപ്പോൾ അത് 1, 1, 1, 2 അതെന്തായാലും നമുക്ക് ഉള്ളതാണ്. ദെൻ ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ ആൻഡ് ഡൊമൈൻ റേഞ്ച് എക്സെട്ര. ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ അത് ഡിലീറ്റഡ് ടോപ്പിക്കാണ്, ദ ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ 1, 1, 1, 2 അത് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ്, അത് എന്തായാലും നമുക്ക് ഡിലീറ്റഡ് ടോപ്പിക് അല്ല. ഓക്കെ, now show that 7th one ഇൻവേർട്ടിബിൾ, ഇത് ഡിലീറ്റഡ് ടോപ്പിക്കാണ്. അതേപോലെ 8, then 9, then 10, then 11, 12, 13 and 14. Okay, so 1.3 ടൈപ്സ് ഓഫ് ഫങ്ഷൻസിൽ 1, 1, 1, 2 ആ ടൈപ്പ് വരുന്ന പ്രോബ്ലം മാത്രം നമുക്ക് നോക്കിയാൽ മതി, ബാക്കി ഡിലീറ്റഡ് ടോപ്പിക്കാണ്. അടുത്തത് 1.4 ബൈനറി ഓപ്പറേഷനുമായിട്ട് കണക്റ്റഡ് ആണ്. 1.4 കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് 1.4 ഒഴിവാക്കാം. ഓക്കെ, സോ ദീസ് ആർ ദ 2 എക്സർസൈസ്. ദെൻ മിസ്ലേനിയസിൽ സി ദ ഫസ്റ്റ് വൺ കോമ്പോസിഷൻ ഓഫ് 2 ഫങ്ഷൻസ് ആണ്, അത് ആവശ്യമില്ല. ദെൻ രണ്ടാമത്തെ പ്രോബ്ലം ഇൻവേഴ്സ് ആണ്, ഷോ ദാറ്റ് എഫ് ഈസ് ഇൻവേർട്ടിബിൾ, അത് നമ്മുടെ ഡിലീറ്റഡ് ടോപ്പിക്കാണ്. Then third one is f circle f of x. F of x is the composition of functions. Then sixth one f circle g, g circle f, composition of functions. And 7th one is also deleted, and 14th one is deleted. So these are the deleted topic in chapter 1, that is relations and functions. Okay, അടുത്തത് രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. രണ്ടാമത്തെ ചാപ്റ്റർ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷനിൽ ഗ്രാഫ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ആൻഡ് എലമെൻ്ററി പ്രോപ്പർട്ടീസ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ 2 ബേസിക് ഇൻട്രൊഡക്ഷനും ബേസിക് കൺസെപ്റ്റിൽ, ഈ ബേസിക് കൺസെപ്റ്റിലാണ് ഗ്രാഫിൻ്റെ പ്രോപ്പർട്ടീസ് വരുന്നത്. അപ്പോൾ ഗ്രാഫ് നമുക്ക് എന്തായാലും ഇതിനകത്തുനിന്ന് ഒഴിവാക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് അത് ഡിലീറ്റഡ് ടോപ്പിക്കാണ്.
ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ബേസിക് കൺസെപ്റ്റിൽ നമുക്കുള്ളത് ഇതിൻ്റെ ഡൊമൈനും റേഞ്ചും വരുന്ന ഒരു ടേബിൾ ഉണ്ട്. അത് തീർച്ചയായിട്ടും നമുക്ക് ഓർത്ത് വെക്കുക. ഡൊമൈൻ ആൻഡ് റേഞ്ച് ഇൻവേഴ്സ്, അത് 1 മാർക്ക് ക്വസ്റ്റ്യനാണ്. 1 മാർക്ക് ഓർ 2 മാർക്സ് ഈ ഏരിയയിൽ വരുന്നതാണ് ആ ഒരു ഡെഫിനിഷൻ. ഓക്കെ. ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ, അത് വെച്ചിട്ടുള്ള ആ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് എലിമെൻ്ററി പ്രോപ്പർട്ടീസ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ ഡിലീറ്റഡ് ടോപ്പിക്കാണ്. അപ്പോൾ ഇതിന് നമുക്ക് അതിൻ്റെ എക്സർസൈസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ ഇതിലെ ഈ ബേസിക് കൺസെപ്റ്റിൽ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചസ് ഉണ്ട്. അവിടെയും നമുക്ക് ഈ 2 മാർക്ക് ക്വസ്റ്റ്യൻ നമുക്ക് ഈ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിനകത്തുനിന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ. ഇനി എക്സർസൈസ് വൈസ് നോക്കിയാൽ 2.2 all these problems are related to properties of inverse trigonometry functions. ഇത് up to 21 ഇതെല്ലാം പ്രോപ്പർട്ടി ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. സോ ദീസ് ആർ ദ ഡിലീറ്റഡ് ടോപ്പിക്. ഇനി മിസ്ലേനിയസിൽ 3 to 17 ഇതെല്ലാം പ്രോപ്പർട്ടീസ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു പ്രോപ്പർട്ടീസ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫങ്ഷൻസ്. ഓക്കെ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സാധാരണ ഒരു ലെങ്തി പ്രോബ്ലം ചോദിക്കുന്നതാണ്. ബട്ട് ഇവിടെ ഇത് ഡിലീറ്റഡ് ടോപ്പിക് ആയതുകൊണ്ട്, പ്രോപ്പർട്ടീസ് ഡിലീറ്റഡ് ടോപ്പിക് ആയതുകൊണ്ട് ഇത് ഒഴിവാക്കി നമ്മുടെ ബേസിക് റിസൾട്ട്, അതായത് ബേസിക് റിസൾട്ട്സ് എന്ന് പറയുമ്പോൾ ബേസിക് കൺസെപ്റ്റും ഇൻട്രൊഡക്ഷനും, ഈ 2 ഏരിയ കംപ്ലീറ്റ് ആയിട്ട് നോക്കാം. ഓക്കെ. Now next is matrices. See, in these matrices, existence of non-zero matrices whose product is a zero matrix. അത് നമ്മൾ പ്രോഡക്റ്റ് ഓഫ് മെട്രിസസിൻ്റെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നതാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഇത് സാധാരണ ഒരു പ്രോബ്ലം ചിലപ്പോൾ ചോദിക്കാറുണ്ട് ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട്, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതൊരു കാര്യം നമുക്ക് ഇതിനകത്ത് ഡിലീറ്റ് ആണ്. ദെൻ കൺസെപ്റ്റ് ഓഫ് എലമെൻ്ററി റോ ആൻഡ് കോളം ഓപ്പറേഷൻ, അത് നമുക്ക് ഇൻവേഴ്സ് കാണുന്ന മിക്കവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ഏരിയ ആണ്. ദറ്റ് ഈസ് എലമെൻ്ററി ഓപ്പറേഷൻ, ഇത് ഡിലീറ്റഡ് ടോപ്പിക്കാണ്. പ്രൂഫ് ഓഫ് ദി യുണീക്ക്നെസ് ഓഫ് ഇൻവേഴ്സ് ഇഫ് എക്സിസ്റ്റ്, അതിൽ നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പറയുമ്പോൾ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് ഈസ് യുണീക്ക് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി അവിടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതിൽ ആ ഒരു കാര്യം, അതിൻ്റെ പ്രൂഫ് ഡിലീറ്റഡ് ടോപ്പിക്കാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ മെട്രിക്സ് തിയറിയിൽ നമുക്ക് ഈ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ ഈ ഒരു പ്രോപ്പർട്ടിയും, ദാറ്റ് ഈസ് എക്സിസ്റ്റൻസ് ഓഫ് നോൺ സീറോ മെട്രിസസ് ഹൂസ് പ്രോഡക്റ്റ് ഈസ് ദി സീറോ മെട്രിക്സ്. 2 മെട്രിക്സിൻ്റെ പ്രോഡക്റ്റ് 0 ആയാൽ ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് ഐദർ എ ഈസ് ഈക്വൽ ടു 0 ഓർ ദ സെക്കൻഡ് വൺ ഈസ് 0 എക്സെട്ര. ആ ഒരു പ്രോപ്പർട്ടി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ഡിലീറ്റഡ് ടോപ്പിക്കാണ്. ദെൻ എലമെൻ്ററി റോ ആൻഡ് കോളം ട്രാൻസ്ഫോർമേഷൻ, ദാറ്റ് ഈസ് 3.7, ഇതാണ് 3.7 ഡിലീറ്റഡ് ആണ്. പ്രൂഫ് ഓഫ് യുണീക്ക്നെസ് ഓഫ് ഇൻവേഴ്സ്, ഇതിൽ ഈ ട്രാൻസ്പോസ് ആൻഡ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്, ട്രാൻസ്പോസ് സിമെട്രിക് സ്ക്യൂ സിമെട്രിക് ദാൻ ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്. അപ്പോൾ ഇത് ഈ സാധാരണ ഇതിനകത്ത് നിന്ന് നമുക്ക് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഈ മെട്രിക്സിൽ ടൈപ്സ് ഓഫ് മെട്രിക്സിൽ ചിലപ്പോൾ 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ ട്രാൻസ്പോസ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് ഇൻവെർട്ടിബിൾ മെട്രിക്സിനകത്ത്. അപ്പോൾ ഇതിൻ്റെ എക്സർസൈസ് വൈസ് നോക്കിയാൽ നമുക്കിവിടെ എക്സർസൈസിൽ 3.4 ഫുള്ളി ഡിലീറ്റഡ് ആണ്. ഓക്കെ. 3.4 യൂസിങ് എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ ഫൈൻഡ് ദി ഇൻവേഴ്സ് എന്നാണ്. അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു 2021 എക്സാമിന് ഡിലീറ്റഡ് ടോപ്പിക്കാണ്. ഓക്കെ. നൗ ദ നെക്സ്റ്റ് വൺ ഈസ് ഡിറ്റർമിനൻസിൽ സീ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ്. ഈ പ്രോപ്പർട്ടീസും ദാറ്റ് ഈസ് റിലേറ്റഡ് പ്രോബ്ലംസും ഒരു കഴിഞ്ഞ വർഷമൊക്കെ നമുക്കൊരു 6 മാർക്കിൽ ഒരു ഏരിയയിൽ വരുന്നൊരു പ്രോബ്ലം തീർച്ചയായിട്ടും ഈ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസിൽ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് നമുക്ക് ഈ തവണ അത് ഡിലീറ്റഡ് ടോപ്പിക്കിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. പിന്നെ കൺസിസ്റ്റൻസി ആൻഡ് ഇൻകൺസിസ്റ്റൻസി ആൻഡ് ദ നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ. ഓക്കെ. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ്,
properties of determinants, that is the deleted topic. Then consistency വരുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ഡിറ്റർമിനൻസ് ആൻഡ് മെട്രിസസിലാണ്. അവസാനം നമ്മൾ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ്റെ സൊല്യൂഷനിൽ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാനായിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ ഡിലീറ്റഡ് ടോപ്പിക്കാണ്. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോബ്ലം നമുക്കില്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ അഡ്ജോയിൻറ്റും അതേപോലെ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ്റെ സൊല്യൂഷനും തീർച്ചയായിട്ടും അവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ ഇതിൻ്റെ ഒരു 5 മാർക്ക് ഏരിയയിൽ വരുന്ന ഒരു പ്രോബ്ലം ആ ഒരു ഏരിയയിൽ നിന്നും തീർച്ചയായിട്ടും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇതിൽ എക്സർസൈസ് വൈസ് നോക്കിയാൽ നമുക്ക് ഏതാണ് 4.2 ആണ്. 4.2 യൂസിങ് പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് പ്രൂവ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ഡിലീറ്റഡ് ടോപ്പിക്കാണ്. ഓക്കെ, അടുത്തത് 4.6 ആണ്. 4.2ൽ ബാക്കിയുള്ള പ്രോബ്ലമാണ് 11, 12, 13, 14, 15 ആൻഡ് 16. ദെൻ 4.6ൽ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാനായിട്ടാണ്. കൺസിസ്റ്റൻസി ഓഫ് ദി സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്, അത് ഡിലീറ്റഡ് ടോപ്പിക്കാണ്. ഇനി അടുത്തത് മിസ്ലേനിയസ് മിസ്ലേനിയസിൽ ഇതിൽ യൂസിങ് പ്രോപ്പർട്ടി വിത്തൗട്ട് എക്സ്പാൻഡിങ് എന്ന് പറയുമ്പോൾ യൂസിങ് പ്രോപ്പർട്ടിയാണ്. അല്ലാതെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടാകും, അത് തീർച്ചയായിട്ടും പഠിക്കണം. വിത്തൗട്ട് എക്സ്പാൻഡിങ് എന്ന് പറയുമ്പോൾ യൂസിങ് പ്രോപ്പർട്ടി എന്നാണ്. അപ്പോൾ ഈ പ്രോബ്ലം നമുക്ക് വേണ്ട. അതേപോലെ യൂസിങ് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് 11, 12, 13, 14 ആൻഡ് 15. ഓക്കെ, സോ ദീസ് ആർ ദ ഡിലീറ്റഡ് ടോപ്പിക് in chapter 4. Now continuity and differentiability. Continuity and differentiability, Rolle's theorem and Lagrange's mean value theorem without proof and their geometric interpretation. Okay, ആ ഒരു ഏരിയ മാത്രമാണ് കണ്ടിന്യൂറ്റി ഡിഫറൻഷ്യബിലിറ്റിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത്. ദാറ്റ് ഈസ് മീൻ വാല്യൂ തിയറം. മീൻ വാല്യൂ തിയറം ഈസ് ദി ഡിലീറ്റഡ് ടോപ്പിക്. ഓക്കെ, അപ്പോൾ ഇതിൽ ബാക്കിയുള്ള ഈ ലോഗരിതമിക് ഡിഫറൻസിയേഷനിൽ നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയുടെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ അതെന്തായാലും ഡിലീറ്റഡ് ടോപ്പിക് അല്ല. അപ്പോൾ അവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന പ്രോബ്ലം പലതും നമുക്കിവിടെ ലോഗരിതമിക് ഡിഫറൻസിയേഷനിൽ ചെയ്യുന്നതായിട്ടുണ്ട്. നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ ചെയ്യുന്ന ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ചെയ്യുന്ന കുറേയധികം പ്രോബ്ലംസ് ഉണ്ട്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് y is equal to cot inverse of root of 1 plus sin x plus root of 1, ഇത് then find dy by dx. അങ്ങനെയുള്ള പ്രോബ്ലംസിലെല്ലാം നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് അവിടെ വേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി വേണം, പ്രോബ്ലത്തിൻ്റെ പ്രൂഫിലേക്ക് വരണ്ട, അത് മനസ്സിലാക്കി വേണം നമുക്ക് ഇതിൻ്റെ ഡിഫറൻസിയേഷനിലേക്ക് എത്താനായിട്ട്. അപ്പോൾ അവിടെ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ യൂസിങ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി, അവിടെ ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും അവിടെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് അവിടുത്തെ പ്രോപ്പർട്ടി എന്തായാലും യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഇവിടെ ഡിഫറൻഷ്യബിലിറ്റിയിൽ മീൻ വാല്യൂ തിയറം മാത്രമാണ് ഡിലീറ്റഡ് ടോപ്പിക്കായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ വീണ്ടും പറയുവാണ്, ഇതെല്ലാം CBSEയുടെ നമ്മുടെ ബോർഡ് എക്സാമിന് വേണ്ടിയിട്ടാണ്. JEE അല്ലെങ്കിൽ അതേപോലെയുള്ള മറ്റ് എക്സാമിനേഷനൊന്നും ഈ ടോപ്പിക്ക് ഡിലീറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടില്ല. ഓക്കെ, ദെൻ ഇതിലെ എക്സർസൈസിൽ അപ്പോൾ ഇവിടെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ആവശ്യമായിട്ട് വരും, അത് ഓർക്കുക. ഇൻവേഴ്സ് ട്രിഗണോമെട്രിയുടെ ആപ്ലിക്കേഷൻ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതിലെ പ്രോപ്പർട്ടീസ് അവിടെ പഠിക്കുന്നില്ലെങ്കിലും ഇവിടെ നമുക്ക് അതിൻ്റെ പ്രോബ്ലം ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ആ പ്രോപ്പർട്ടി തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും. ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ആ പ്രോപ്പർട്ടി ഉപയോഗിച്ചുള്ള പ്രോബ്ലം നമുക്ക് വേണ്ട, ബട്ട് ഇവിടെ നമുക്ക് ആവശ്യം വരും, അത് ഓർക്കുക. സോ അതിൽ 5.8 എന്ന് പറയുന്ന എക്സർസൈസ് ആണ്. 5.8 അതാണ്, ദാറ്റ് ഈസ് റിലേറ്റഡ് ടു റോൾസ് തിയറം ആൻഡ് ലഗ്രാഞ്ചേസ് മീൻ വാല്യൂ തിയറം. അപ്പോൾ അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റഡ് ടോപ്പിക്കാണ് 5.8. ഓക്കെ, നൗ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിൽ ആദ്യത്തെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ബോഡീസ് ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ്, അത് ഡിലീറ്റഡ് ടോപ്പിക്കാണ്. ഓക്കെ, ദാറ്റ് ഈസ് 6.2. ദെൻ യൂസ് ഓഫ് ഡെറിവേറ്റീവ്സ് ഇൻ അപ്രോക്സിമേഷൻസും ഇതിലെ ഡിലീറ്റഡ് ടോപ്പിക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും
നമുക്കിവിടെ ഓർക്കേണ്ട ഒരു കാര്യം, മാക്സിമ മിനിമ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു ഷുവർ ക്വസ്റ്റ്യൻ, മാക്സിമ മിനിമ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് നമുക്ക് ഈ ഒരു ഇയറിൽ അതൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് സാധാരണ എല്ലാ ഇയറിലും നമുക്ക് മാക്സിമ മിനിമ റിലേറ്റഡ് ആയിട്ട് ഒരു ഷുവർ ക്വസ്റ്റ്യൻ. കഴിഞ്ഞ വർഷം വരെയാണെങ്കിൽ 6 മാർക്കിലാണ്. നമുക്ക് ഇത്തവണയാണെങ്കിൽ 5 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഒരു 99% ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് മാക്സിമ മിനിമ. ദെൻ ടാൻജൻസ് ആൻഡ് നോർമൽസ്, ഇൻക്രീസിങ് ഡിക്രീസിങ് ഫംഗ്ഷൻ. ഇത് 2 മാർക്സിനോ അല്ലെങ്കിൽ 3 മാർക്സിനോ ആ ഒരു ഏരിയയിൽ വരുന്ന പ്രോബ്ലംസ് തീർച്ചയായിട്ടും ഇതിനകത്തുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻക്രീസിങ് ഡിക്രീസിങ് ഫംഗ്ഷൻ, ടാൻജൻസ്, നോർമൽസ്, മാക്സിമ മിനിമ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് ആൻഡ് അപ്രോക്സിമേഷൻസ് ആർ ഡിലീറ്റഡ് ടോപ്പിക്. ഓക്കെ, അപ്പോൾ മാക്സിമ മിനിമയിൽ നമുക്കറിയാം അവിടെ കുറേയധികം എക്സസൈസ് പ്രോബ്ലംസ് അവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അല്ലാത്ത ബോർഡ് എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റിനും നോക്കുക. ഓക്കെ, ഇതിൽ 6.1 ആണ് റേറ്റ് ഓഫ് ചേഞ്ച്. റേറ്റ് ഓഫ് ചേഞ്ചുമായിട്ട് കണക്ട് ചെയ്തിട്ട് 6.1 ആണ്. ആ കംപ്ലീറ്റ് പ്രോബ്ലവും നമുക്ക് ആവശ്യം ഇല്ലാത്തതാണ്, ആ എക്സർസൈസ് ഫുള്ളായിട്ട്. ഓക്കെ, ദെൻ അടുത്തത് 6.4 ആണ്. അത് എറേഴ്സ് ആൻഡ് അപ്രോക്സിമേഷനുമായിട്ട് കണക്റ്റഡ് ആണ്. 6.4 നമ്മുടെ ഡിലീറ്റഡ് ടോപ്പിക്കാണ്. ഓക്കെ, 6.4. ഇവിടെ വരുന്നത് 6.2 ആൻഡ് 6.5 ആർ ഡിലീറ്റഡ് ടോപ്പിക്. എക്സർസൈസ് വൈസ് നോക്കുകയാണെങ്കിൽ അത് 6.1ഉം 6.4ഉം. ഓക്കെ, പിന്നെ മിസ്ലേനിയസ് പ്രോബ്ലംസ് നോക്കുകയാണെങ്കിൽ മിസ്ലേനിയസ് ചാപ്റ്റർ 6 മിസ്ലേനിയസ് പ്രോബ്ലം നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 3യിൽ റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. റേറ്റ് ഓഫ് ചേഞ്ച്, സോ ദാറ്റ് ഈസ് ഡിലീറ്റഡ്. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 19 ദാറ്റ് ഈസ് ഇൻക്രീസ് അറ്റ് ദ റേറ്റ് ഓഫ്, വിച്ച് ഈസ് ഓൾസോ ഡിലീറ്റഡ്. അപ്പോൾ ഈ 2 പ്രോബ്ലം ഒഴികെ ബാക്കിയുള്ള എല്ലാ പ്രോബ്ലവും വളരെ നല്ല രീതിയിൽ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ഈ ഒരു ഏരിയ കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിലെ ഡിലീറ്റഡ് ടോപ്പിക്കായിട്ട് വരുന്നത്. പാർട്ട് 1 ഇതുവരെയുള്ള CBSEയുടെ ഇതുവരെയുള്ള ഒരു അനൗൺസ്മെൻറ്റ് വെച്ചിട്ട് പാർട്ട് 1 ഇതാണ്. ഇനി ഏതെങ്കിലും അപ്ഡേഷൻ വരികയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് നോക്കാം. ഓക്കെ, നൗ പാർട്ട് 2ലേക്ക്. പാർട്ട് 2 ഇൻ്റഗ്രൽസ്. ഫസ്റ്റ് ചാപ്റ്റർ ഈസ് ഇൻ്റഗ്രൽസ്. ഈ ഇൻ്റഗ്രൽസിൽ 2 ഏരിയ ആണ്. ഒന്ന് ഇൻ്റഗ്രൽസ് ഓഫ് ദ ഫോം റൂട്ട് ഓഫ് എ സെക്കൻഡ് ഡിഗ്രി എക്സ്പ്രഷൻ or integral of a linear and root of a second degree expression. This is deleted. And definite integral as the limit of sum. That is definite integral as limit of sum. Definite integral ഇതിൽ integration as the inverse process of differentiation, methods of integration, particular function, partial fraction, integration by parts, definite integral, fundamental theorem, definite integral by substitution, some properties of definite integrals. അപ്പോൾ ഇത് നമ്മുടെ സപ്ലിമെൻ്ററി മെറ്റീരിയലിൽ വരുന്ന ഒരു ഏരിയ ആണ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. ആദ്യത്തേത് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആസ് ദി ലിമിറ്റ് ഓഫ് സം. ഓക്കെ, അപ്പോൾ അതിൽ എക്സർസൈസ് വൈസ് നോക്കുകയാണെങ്കിൽ എക്സർസൈസിൽ ഈ ഒരു ഏരിയയിൽ വരുന്നത്, ദാറ്റ് ഈസ് ഫസ്റ്റ് 1, ഈ ടോപ്പിക്കിൽ വരുന്ന അത് നമുക്ക് 7.7 ആണ്. 7.7 that is deleted. 7.7 and definite integral as limit of sum is 7.8. Question number 1 to 6. Okay, these are the deleted topic. അതിൽ ഈ integration properties of definite integral, then integration by parts, integration by partial fraction, properties of, ഈ ഏരിയയിൽ നിന്നൊക്കെ തീർച്ചയായിട്ടും പ്രോബ്ലംസ് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, integration by parts using
യൂസിങ് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ബോർഡ് എക്സാമിന് ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതേപോലെ ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലംസും ഒക്കെ ചെയ്യുക. ഓക്കെ, സോ ദീസ് ആർ ദ 2 ഡിലീറ്റഡ് ടോപ്പിക് ഇൻ ഇൻ്റഗ്രൽസ്. ഓക്കെ, അതേപോലെ മിസ്ലേനിയസ് പ്രോബ്ലത്തിൽ ഒരു 40th 40ാമത്തെ ക്വസ്റ്റ്യൻ, അത് ലിമിറ്റ് ഓഫ് എ സം ആണ്. അതും നമ്മുടെ ഡിലീറ്റഡ് ടോപ്പിക്കിൽ വരുന്നതാണ്. ഓക്കെ, അടുത്തത് ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് ആണ്. ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസിൽ ഏരിയ ബിറ്റ്വീൻ ദ 2 കർവ്, ഏരിയ അണ്ടർ ദി കർവ് ആൻഡ് ഏരിയ ബിറ്റ്വീൻ 2 കർവ്. സോ ഏരിയ ബിറ്റ്വീൻ 2 കർവ് ഈസ് ഡിലീറ്റഡ്. ഓക്കെ, അതിൽ ഏരിയ അണ്ടർ ദി സിമ്പിൾ കർവ്, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽസ് ഓഫ് ദ ഫോം ഇൻ്റഗ്രൽ, ഫൈൻഡ് ദ ഇൻ്റഗ്രൽ, എ കർവ് ഈസ് ഗിവൺ, യു ഹാവ് ടു ഫൈൻഡ് ദ ഏരിയ ഫ്രം എ ടു ബി, യു ഹാവ് ടു ഫൈൻഡ് ദിസ് ഏരിയ. ഈ ടൈപ്പ് പ്രോബ്ലം ആണ് നമ്മുടെ ആദ്യത്തെ എക്സ്പ്രഷനിൽ, ആദ്യത്തെ ഏരിയ അണ്ടർ സിമ്പിൾ കർവിൽ വരുന്നത്. രണ്ടാമത്തെ ഏരിയ ബിറ്റ്വീൻ ദി കർവിൽ 2 കർവ് തന്നിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫൈൻഡ് ദി ഏരിയ ഇൻക്ലൂഡഡ് ബിറ്റ്വീൻ ദി കർവ് പരാബോള, ഫസ്റ്റ് കർവ് ഈസ് പരാബോള ആൻഡ് ദ കർവ് എലിപ്സ് അല്ലെങ്കിൽ സർക്കിൾ, ഇങ്ങനെയൊക്കെ വരാം. അപ്പോൾ ഈ വരുന്നപ്പോൾ ഇങ്ങനെയുള്ള ടൈപ്പ് പ്രോബ്ലം ആണ് രണ്ടാമത്തെ ഏരിയയിൽ വരുന്നത്. അത് ഡിലീറ്റഡ് ആണെന്നാണ്. ഓക്കെ, ആ ടോപ്പിക്ക് ഡിലീറ്റഡ് ടോപ്പിക്കാണ്. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന പ്രോബ്ലംസ് നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല, ബാക്കിയുള്ളത് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, സോ എക്സർസൈസ് വൈസ് നോക്കുകയാണെങ്കിൽ 8.2 ആണ്. 8.2 സി ഏരിയ സർക്കിൾ ആൻഡ് ദി പരാബോള, ദെൻ സർക്കിൾ ആൻഡ് അനദർ സർക്കിൾ ആൻഡ് എ പരാബോള ആൻഡ് സ്ട്രെയിറ്റ് ലൈൻ, ദെൻ യൂസിങ് ഇൻ്റഗ്രേഷൻ ഫൈൻഡ് ദി ഏരിയ ഓഫ് ദ റീജിയൻ. ഇത് കർവ് ബിറ്റ്വീൻ ദി കർവിലേക്ക് വരുന്നില്ല, എന്നാലും 4th 1 നമുക്ക് ചോദിക്കാൻ നമ്മുടെ ഡിലീറ്റഡ് ടോപ്പിക്കായിട്ട് വിചാരിക്കേണ്ട കാര്യമില്ല. 4th 1 ആ ഒരു, കാരണം ഇവിടെ 2 കർവിലേക്ക് നമ്മൾ പോകുന്നില്ല, എക്സസൈസിലെ പോയിന്റ്സ് മാത്രം എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതെന്തായാലും ഈ 4th 1 എന്തായാലും ചെയ്ത് നോക്കുക, അത് ഡിലീറ്റഡ് ആക്കണ്ട ആണ്. ഇവിടെ കർവ് തന്നിട്ടുണ്ട്, സ്ട്രെയിറ്റ് ലൈൻ, 3 സ്ട്രെയിറ്റ് ലൈൻ തന്നിട്ട് അത് സോൾവ് ചെയ്തിട്ടൊക്കെയാണ്. അത് നമുക്ക് ഡിലീറ്റഡ് ടോപ്പിക്കിലേക്ക് ഉൾപ്പെടുത്താം. ഓക്കെ, സോ ദാറ്റ് ഈസ് 8.2 1 2 3 5 4th 1 ചെയ്ത് നോക്കുക. ഓക്കെ, 8.2. ദെൻ മിസ്ലേനിയസ് പ്രോബ്ലത്തിലും ഇതേപോലെ ഉണ്ട്. മിസ്ലേനിയസ് പ്രോബ്ലത്തിൽ ക്വസ്റ്റ്യൻ നമ്പർ 18 and 19, 18ഉം 19ഉം 18ഉം ഏരിയ ബിറ്റ്വീൻ ദി കർവാണ്, 19ഉം ഏരിയ ബിറ്റ്വീൻ ദി കർവാണ്. ഓക്കെ, സോ ദീസ് ആർ 2 ഡിലീറ്റഡ്. ഓക്കെ, അടുത്തത് differential equation, formation of differential equation whose general solution, that is y is equal to ഫോമിൽ തന്നാൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യുക. ഓക്കെ, ആ ടൈപ്പ് പ്രോബ്ലവും അതേപോലെ സൊല്യൂഷൻ ഓഫ് ലീനിയർ ഇക്വേഷൻ ഓഫ് ദ ടൈപ്പ് dx/dy പ്ലസ് px is equal to q, രണ്ടാമത്തെ ടൈപ്പാണ്. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ 2 ടൈപ്പാണുള്ളത്. ആദ്യത്തത് dy/dx പ്ലസ് py is equal to q, രണ്ടാമത്തെ dy/dx പ്ലസ് px is equal to q. ഇത് ഡിലീറ്റഡ് ആണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് formation of differential equation whose general solution is given, 9.4 is deleted. Methods of solving first order first degree differential equation, ഇവിടെ നമുക്കുള്ളത് വേരിയബിൾ സെപ്പറബിൾ, രണ്ടാമത്തത് ഹോമോജീനിയസ്, മൂന്നാമത്തത് ലീനിയർ ആണ്. ആ ലീനിയറിൽ നമുക്ക് ഉള്ളത് dy/dx പ്ലസ് py is equal to q ഫോമിലാണ്. ഓക്കെ, വേരിയബിൾ സെപ്പറബിൾ ഹോമോജീനിയസ്. ലീനിയറിൽ 2 ടൈപ്പ് ഉണ്ട്, അതിൽ dy/dx പ്ലസ് py is equal to q ഫോമിൽ വരുന്നത് മാത്രമാണ് നമുക്കുള്ളത്. രണ്ടാമത്തെ ഫോം നമ്മുടെ ഡിലീറ്റഡ് ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ജനറൽ പർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ബേസിക് കൺസെപ്റ്റ്, ദാറ്റ് ഈസ് ബേസിക് കൺസെപ്റ്റ് മീൻസ് ഡിഗ്രി, ഓർഡർ ആൻഡ് ഡിഗ്രി. തീർച്ചയായിട്ടും ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ തീർച്ചയായിട്ടും ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓർഡർ ഡിഗ്രി ബേസ്ഡ് ആയിട്ട് വരാം. ഡിഗ്രിയിൽ ഒരു പോളിനോമിയൽ അല്ലെങ്കിൽ പോളിനോമിയൽ ഇൻ ഇറ്റ്സ് ഡെറിവേറ്റീവ് അല്ലെങ്കിൽ അത് ഡിഗ്രി ഡിഫൈൻഡ് അല്ല എന്നുള്ള കാര്യം അവിടെ നമ്മൾ പ്രത്യേകം ഓർക്കുക. പിന്നുള്ളത് വേരിയബിൾ സെപ്പറബിൾ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്ന ഒരു ടേം, ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ e raised to integral pdx.
അത് കാണുന്നത്. അത് മാത്രമായിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, so the exercise 9.3 is deleted. Okay, 9.3 formation of differential equation whose general solution is given. 9.3. Then 9.6 question number 19, that is linear differential equation of the form dx by dy plus py is equal to q form, so that is deleted. Then miscellaneous exercise, that is question number 3. Question number 3, form the differential equation. Then question number 5, that is also formation of differential equation. And question number 17 is the linear equation of the second type. So these are the deleted topic or deleted questions in the exercise. Next is vectors. In this vector algebra, see some basic concept, types of vectors: addition, multiplication, that is scalar product, a bar dot b bar and a bar cross b bar. Scalar, multiplication of vector by a scalar, product of two vectors, that is a dot b and a cross b. See, in this a dot b there is projection angle between the vectors, a cross b area of the triangle, etc. Okay, so these are the important topics. ഇതിനകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ, ഇത് രണ്ടിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഏരിയ ആണ്. പിന്നെ ഇതിൻ്റെ ഒരു സപ്ലിമെൻ്ററി മെറ്റീരിയലാണ് നമുക്ക് സ്കാലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് വരുന്നത്. സ്കാലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് അതാണ് നമുക്ക് ഡിലീറ്റഡ് ടോപ്പിക്കായിട്ട് ഇവിടെ ഈ ഒരു വെക്റ്റർ ഓൾജിബ്രയിലുള്ളത്. സ്കാലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ്, ദാറ്റ് ഈസ് എ ഡോട്ട് ബി ക്രോസ് സി, എ ഡോട്ട് ബി ക്രോസ് സി. ഈ ഏരിയയിൽ വരുന്ന പ്രോബ്ലംസ് നമുക്ക് ഡിലീറ്റഡ് ആണ്. ഓക്കെ, സോ അതിൽ എക്സർസൈസിൽ വരുന്ന ഒരേ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ചാപ്റ്റർ മിസ്ലേനിയസിലെ ക്വസ്റ്റ്യൻ നമ്പർ 18 ആണ്. എ ഡോട്ട് ബി ക്രോസ് സിയിൽ വരുന്ന ഫോമാണിത്. ഓക്കെ, ഇനി അതല്ലാതെ ചെയ്യാം, ജെ ക്രോസ് കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. എന്തായാലും ഈ ടൈപ്പ് പ്രോബ്ലം നമുക്ക് ഡിലീറ്റഡ് ടോപ്പിക് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് 3-dimensional geometry. See, in 3-dimensional geometry, angle between two lines, that is deleted. Angle between two planes is deleted. And angle between line and a plane, so these are the 3 deleted topic. Okay, 11.4, 11.8 and 11.10. So these are the 3 deleted topic in 3-dimensional geometry. Okay, now equation of a line and that is in 1-point form, r bar is equal to a bar plus lambda b bar and r bar equal to a bar plus lambda into b bar minus a bar. These are the 2 forms of equation of a straight line. Shortest distance between 2 lines and plane coplanarity of 2 lines, distance of a point from a plane. അപ്പോൾ ഇതിനകത്ത് നിന്ന് എന്തായാലും നമുക്കൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ഈ 3-dimensional geometry നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാവും. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ലൈൻസ്, അങ്ങനെയുള്ള ഒരു ലെങ്തി ആയിട്ട് വരുന്ന ലെങ്ത് ഓഫ് ദി പെർപെൻഡിക്കുലർ ഫ്രം എ പോയിന്റ് ടു എ പ്ലെയിൻ, അങ്ങനെയുള്ള ഏരിയ കവർ ചെയ്യുക. 5 മാർക്ക് മാത്രമല്ല, എന്തായാലും 5 മാർക്ക് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ചാപ്റ്ററാണ് ഈ 3-dimensional geometry എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി ഇതിൽ എക്സർസൈസ് വൈസ് നോക്കിയാൽ 11.2 ആംഗിൾ ബിറ്റ്വീൻ പെയർസ് ഓഫ് ലൈൻസ് ആണ്. ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് ഹൂസ് വെക്റ്റർ ഫോം ഈസ് ഗിവൺ. ഇവിടെ രണ്ടിലും വെക്റ്റർ ഫോമാണ്, ഇത് രണ്ടും കാർട്ടീഷ്യൻ ഫോമാണ്. അപ്പോൾ വെക്റ്റർ ഫോമിൽ തന്നാൽ കാർട്ടീഷ്യൻ ഫോമിൽ തന്നാലും ആംഗിൾ ബിറ്റ്വീൻ 2 പ്ലെയിൻസ് ഡിലീറ്റഡ് ആണ്. ഓക്കെ,
അടുത്തത് 11.3-ലെ 12 ക്വസ്റ്റ്യൻ നമ്പർ 12 ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ പ്ലെയിൻസ് whose vector form is given r dot n is equal to r dot n1 bar equal to d എന്നും അല്ലോ r dot n2 bar equal to d1 എന്നും d2 എന്നും ഇങ്ങനെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോർമൽ ഫോമാണ്. അതിൻ്റെ ആംഗിൾ ബിറ്റ്വീൻ ടു പ്ലെയിൻസ് whose vector form is given. Then 13-ല് എയും ഇയും determine whether the planes are parallel or perpendicular. അത് അല്ലെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ ദം കാണുക എന്നുള്ളതാണ്. അപ്പോൾ പാരലൽ പെർപെൻഡിക്കുലർ അത് ഓർത്ത് വെക്കുക. ആംഗിൾ ബിറ്റ്വീൻ ദ പ്ലെയിൻസ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് n1 ഡോട്ട് n2 ബൈ മോഡ് n1 മോഡ് n2 അത് ഒഴിവാക്കാം. ഓക്കെ. ദെൻ ആംഗിൾ ബിറ്റ്വീൻ ലൈൻ ആൻഡ് എ പ്ലെയിൻ ആ ഒരു ഏരിയ കൂടി ഓർത്ത് വെക്കുക. ദാറ്റ് ഈസ് ഓൾസോ ഡിലീറ്റഡ്. മിസ്ലേനിയസിലെ ക്വസ്റ്റ്യൻ നമ്പർ 3-ഉം 5-ഉം ആണ്. ഓക്കെ. ആംഗിൾ ബിറ്റ്വീൻ ലൈൻ ആൻഡ് പ്ലെയിൻ. നൗ ലീനിയർ പ്രോഗ്രാമിംഗ്. ഈ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൽ ഒരു വൺ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. വൺ ക്വസ്റ്റ്യൻ പ്രോബബ്ലി ദാറ്റ് ഈസ് ഒരു 5 മാർക്കോ അല്ലെങ്കിൽ 3 മാർക്സോ ആണ്. 3 or 5 മാർക്സ്. ഓക്കെ. 3 or 5 മാർക്സിൽ മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ ഓഫ് എൽ പി പ്രോബ്ലംസിൽ അൺബൗണ്ടഡ് ആയിട്ട് വരുന്നത്. അൺബൗണ്ടഡ്, ദ ഫീസിബിൾ റീജിയൻ ഈസ് അൺബൗണ്ടഡ്. ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ബൗണ്ടഡ് റീജിയൻ ആണ്. ബൗണ്ടഡ് ഇത് ബൗണ്ടഡ് ആണ്. ഈ ഒരു ഏരിയ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ദിസ് ഈസ് ഫീസിബിൾ റീജിയൻ ഈസ് ബൗണ്ടഡ്. ഇതിലെ കോർണർ പോയിന്റ്സ് ഇവാലുവേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ കാണാം. ഇനി അല്ലാതെ വന്നു കഴിഞ്ഞാൽ അൺബൗണ്ടഡ് ആവുന്ന വരുന്ന കേസിൽ ഇങ്ങനെയാണ്, ഫീസിബിൾ റീജിയൻ ഈസ് അൺബൗണ്ടഡ്. അപ്പോൾ ഈ അൺബൗണ്ടഡ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന വേറൊരു മെത്തേഡാണ്. ആ അൺബൗണ്ടഡ് റീജിയൻ ആയിട്ട് വരുന്ന പ്രോബ്ലംസ് ഒന്നും നമുക്ക് ആവശ്യമില്ല, അത് ഡിലീറ്റഡ് ടോപ്പിക്കാണ്. ഓക്കെ. അൺബൗണ്ടഡ് റീജിയൻ വരുന്ന, അപ്പോൾ അൺബൗണ്ടഡ് റീജിയൻ വരുന്ന എക്സർസൈസിൽ വരുന്ന പ്രോബ്ലംസ് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ അതിൽ വരുന്നത് 12.1-ല് 4, 6, 9 ആണ്. 4ഉം 6ഉം 9ഉം ഇത് അൺബൗണ്ടഡ് റീജിയൻ ആണ് 12.1-ല്. സോ ദീസ് 3 പ്രോബ്ലംസ് ആർ ഡിലീറ്റഡ്. ദെൻ 12.2-ല് അൺബൗണ്ടഡ് ആയിട്ട് വരുന്ന 1ഉം 9ഉം 10ഉം ആണ് അൺബൗണ്ടഡ് ഏരിയയിൽ വരുന്നത്. ഓക്കെ. സോ ദിസ് ഈസ് ഓൾസോ ഡിലീറ്റഡ്. ആൻഡ് ദെൻ മിസ്ലേനിയസിൽ അതിൽ ഡയറ്റ് പ്രോബ്ലം അതിൽ അൺബൗണ്ടഡ് റീജിയനിൽ വരുന്നതാണ് 2ഉം 3ഉം. സോ ദാറ്റ് ഈസ് ഓൾസോ ഡിലീറ്റഡ്. ഓക്കെ. നൗ പ്രോബബിലിറ്റി, ലാസ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഈസ് ലാസ്റ്റ് ടോപ്പിക് ഈസ് പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി തിയറിയിൽ mean and variance of random variable, binomial probability distribution, random variable and probability distribution, Bernoulli trials and binomial. Okay, അത് ഡിലീറ്റഡ് ആണ്. 13.6ഉം 13.7ഉം ആണ്. അപ്പോൾ ബേസ് തിയറം വരെ മതിയാവും നമുക്ക്. റാൻഡം വേരിയബിൾ ആൻഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഡിലീറ്റഡ് ടോപ്പിക്കാണ്. ബെർണോളി ട്രയൽസ് ആൻഡ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും ഡിലീറ്റഡ് ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ബേസ് തിയറം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബേസ് തിയറത്തിൽ തീർച്ചയായിട്ടും ഒരു ക്വസ്റ്റ്യൻ, ബേസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷനായിട്ടൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിലെ എക്സർസൈസ് വൈസ് നോക്കുകയാണെങ്കിൽ ഇതിൽ 13.4 ആണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനായിട്ട് വരുന്നത്. 13.4 റാൻഡം വേരിയബിൾ ആൻഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, അത് ഡിലീറ്റഡ് ടോപ്പിക്കാണ്. ദെൻ 13.4 കഴിഞ്ഞാൽ ദെൻ 13.5-ല് അത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് റിലേറ്റഡ് ആണ്. സോ ബെർണോളി ട്രയൽസ് ആൻഡ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, ദാറ്റ് ഈസ് ഓൾസോ ഡിലീറ്റഡ്. ദെൻ മിസ്ലേനിയസ് എക്സർസൈസിലെ 5ഉം 6ഉം 9ഉം ആണ്. 5 probability a ball is thrown and contain 25 balls, bear a mark x and the remaining 15 bear marks y. A ball is thrown at random, its mark is noted down, replaced if 6 balls are drawn from the probability that ഡിസ്ട്രിബ്യൂഷനുമായിട്ട് കണക്റ്റഡ് ആണ്. 6th one അതേപോലെ തന്നെ 7th
one, sorry, ninth one, 5, 6, 9. Okay. So these are the deleted topic in miscellaneous exercises on chapter 13. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഡിലീറ്റഡ് ടോപ്പിക്കായിട്ട് വരുന്നതും അതിൻ്റെ എക്സർസൈസും. അപ്പോൾ ഇതൊഴിവാക്കി ബോർഡ് എക്സാമിൻ്റെ പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളും ചെയ്ത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്ഡേഷൻ ഇനി നമുക്ക് നമ്മുടെ എക്സാമിന് മുമ്പ് ഏതെങ്കിലും അപ്ഡേഷൻ ഈ റിലേറ്റഡ് ടോപ്പിക്കുമായിട്ട് കണക്ട് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് ആ സമയത്ത് നമുക്കത് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.